നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടന്നിട്ട് 50 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. സ്ഫോടനം നടത്തിയ ഡൊമിനിക് മാർട്ടിനെ പിടികൂടിയെങ്കിലും ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാർട്ടിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ? സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ആരാണ് ഡൊമിനിക് മാർട്ടിനെ ഫോണിൽ വിളിച്ചത്? പ്രതി വിദേശത്തു നിന്നും നാട്ടിലെത്തിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇതാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടരുകയാണ്. ആലുവ അത്താണിയിലെ കുടുംബ വീട്ടിൽ രാവിലെ 9:30 ആരംഭിച്ച തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഡൊമിനിക് മാർട്ടിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഈ കേസിൽ മാർട്ടിന്റെ ഭാര്യയുടെ മൊഴി ഏറെ നിർണായകമാണ്. സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നത് ഡാനി പോളും നന്ദകുമാറും വിനേഷ് കുമാറുമാണ്. ആദ്യം പോകുന്നത് ഡാനി പോളിലേക്കാണ്. ഡാനി, ഈ അത്താണിയിലെ കുടുംബ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ചില നിർണായകമായ വിവരങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച വയറുകളടക്കം അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനിടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അവിടെ നിന്നും? ടോം, മണിക്കൂറുകളായി നടത്തുന്ന പരിശോധന, തെളിവെടുപ്പ് അത് ഇപ്പോഴും തന്നെ തുടരുകയാണ്. ഇതിപ്പോൾ അത്താണിയിലെ കുടുംബ വീട്, ഇത് വളരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. കാരണം സ്ഫോടക വസ്തുക്കളുമായി ഡൊമിനിക് മാർട്ടിൻ എത്തിയത് ഇവിടേക്കാണ്, ഈ കുടുംബ വീടിനെ. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ മുകളിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുകയും ഇത് ഒരു ബോംബ് എന്ന രീതിയിലേക്ക് അതിൻ്റെ രൂപം മാറ്റുകയും അത്തരം പ്രവർത്തികളെല്ലാം ചെയ്തത് ഇവിടെ വെച്ചാണ്. ഇതിനുശേഷം ഇവിടെ നിന്ന് ഇയാൾ അതുമായി വീട്ടിലേക്ക് പോവുകയും പിറ്റേന്ന് ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്കെല്ലാം പോവുകയും അത്തരം കാര്യങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് ഇവിടെ നിന്നാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നതും. അതുതന്നെയാണ് അയാൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ ആ വീഡിയോയിലും എല്ലാം തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും ഇതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇതിൽ തെളിവെടുപ്പിൻ്റെ ആദ്യ ചുവട് തന്നെ ഇവിടേക്ക് തന്നെ എത്തിയത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധമായി ശേഖരിക്കാവുന്ന മുഴുവൻ തെളിവുകളും അടക്കം ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കണം. പ്രത്യേകിച്ച് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലഭ്യമായ തെളിവുകളിലൂടെ തന്നെയാണ് പോലീസ് പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നടത്തിയ പരിശോധന, ഒപ്പം തന്നെ തെളിവെടുപ്പ്, ഇക്കാര്യങ്ങളിൽ ഇതിൽ കേസിലേക്ക് പ്രതി ഡൊമിനിക് മാർട്ടിൻ തന്നെയോ എന്നൊരു സംശയം എല്ലാ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇന്ന് പോലീസിൻ്റെ ഒരു പരിശോധനയിലും ഒപ്പം തന്നെ ഇവിടെ ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഭാഷണങ്ങളുമെല്ലാം തന്നെ ഇവിടെ നിന്ന് ഈ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന IED എന്നൊരു സാങ്കേതികയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള വയറ്, അതോടൊപ്പം തന്നെ ബാറ്ററികൾ, ഒപ്പം പെട്രോൾ വാങ്ങിക്കാൻ ഉപയോഗിച്ച കുപ്പി, ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് പോലീസിനോട് ഇയാൾ തന്നെ പറയുകയും പോലീസ് അത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും പോലീസ് അത് കണ്ടെടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് കൊണ്ടുവന്നത്, ഒരു ബോംബ് എന്ന രീതിയിലേക്ക് വലിയൊരു സ്ഫോടക വസ്തു എന്ന രീതിയിലേക്ക് ഇത് മാറ്റം ചെയ്തത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപാകെ വിശദീകരിക്കുന്നു. പോലീസിൻ്റെയും ഫോറൻസിക് ടീമും അതോടൊപ്പം തന്നെ സയൻറ്റിഫിക് എക്സ്പെർട്ടുകളും എല്ലാം തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകം തന്നെയാണ്. കാരണം ഇതിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയം ഇയാൾ ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്നത് തന്നെയാണ്. വലിയൊരു ചോദ്യം സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംബന്ധിയായിട്ട് ഉയരുന്നുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്തുമാത്രമുണ്ട്, ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയും ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഇയാൾ ഇത് ബോംബ് നിർമ്മിച്ച് ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം നടത്തിയത് എന്നത് സംബന്ധിച്ച് പോലീസിന് മുൻപാകെ തന്നെ ഇത് വിശദീകരിക്കുകയും അത് കൃത്യമായി കാണിക്കുകയും തന്നെ ചെയ്തിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഇയാൾ അവർക്ക് മുൻപാകെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പിന്നീട് നടത്തിയ ഒരു പരിശോധനകൾ, ഇതിന് ശേഷമാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ തെളിവുകളിലേക്കടക്കം നീങ്ങിയത്. ഇതിൽ ഇവിടെ ഇയാൾ നേരത്തെ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്ന, അതിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കാൻ ഉപയോഗിച്ചിരുന്ന കുപ്പി, അതോടൊപ്പം ബാറ്ററി, കേബിൾ, ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് കണ്ടെടുത്തു. ഇവിടെ ഇയാൾ ഉപയോഗിച്ചതിന് ശേഷം
ശേഷം വന്ന ഭാഗങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നതെല്ലാം ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ പോലീസ് പറയുന്നൊരു കാര്യം, ഇപ്പോഴും ഈ കേസിൽ ഇയാൾ തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ്. ഇതിൽ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഇപ്പോൾ ഈ തെളിവെടുപ്പ് ആലുവ അത്താണിയിലെ വീട്ടിലെ തെളിവെടുപ്പ് 5 മണിക്കൂറോളം ആവുകയാണ്. ഈ തെളിവെടുപ്പിനിടെ നിർണായകമായ കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എന്താണ് ഇത്രയും വൈകുന്നത്? കാരണം ഈ എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തു നിർമ്മിച്ചത്, അതുമായി ബന്ധപ്പെട്ട മറ്റു കൂടുതൽ വിവരങ്ങൾ അത് ഇയാൾ ഈ പോലീസുമായി പങ്കുവയ്ക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഈ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ടോം, ഇവിടേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ താമസിച്ചിരുന്നത് ഈ സമീപത്തെ ഒരു കമ്പനിയിലെ ജീവനക്കാർക്ക് വേണ്ടി അത് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. മറ്റ് ആളുകളും തന്നെ ഇവിടെയുണ്ട്. 4 മുറികളോളമുള്ള ഒരു 2 നില ഒരു വീടാണിത്. നേരത്തെയും അയാൾ പലവട്ടം ഇവിടെ വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥിരമായിട്ട് സന്ദർശനം നടത്തി പോകുന്ന ഒരാളല്ല എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇയാൾ എത്തുമ്പോൾ ആ സമയത്ത് ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു, ഇയാളെ സന്ദർശനത്തിന് വേണ്ടി ആരെങ്കിലും വന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ താമസിച്ചിരുന്ന അവരോട് മുഴുവൻ പേരോടും തന്നെ എത്താനായിട്ട് ആവശ്യപ്പെടുകയും അവരിൽ നിന്നടക്കം ഈ കാര്യങ്ങൾ, ആ ദിവസത്തെ കാര്യങ്ങൾ സംബന്ധിച്ച പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. മറ്റാരും തന്നെ ഈ സമയത്ത് എത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഇന്ന് ഇവിടെ എത്തിച്ചതിന് ശേഷം രാവിലെ 9:30 ഇയാളെ ഇവിടേക്ക് എത്തിച്ചു. അതിനുശേഷം പോലീസ് മുകളിലത്തെ നിലയായ ടെറസ് ഭാഗത്ത് കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഫോറൻസിക്കും എല്ലാം തന്നെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു. ഫോറൻസിക് ടീം അംഗങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് തന്നെ കൊണ്ട് തന്നെ എത്തിയിരുന്നു. ഇവർ പ്രധാനമായും തന്നെ ഈ വെടിമരുന്ന്, അതോടൊപ്പം തന്നെ പെട്രോൾ, ഒപ്പം ഈ IED സാങ്കേതികവിദ്യയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. ഈ ആ ഒരു നിർമ്മിതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഒരു സ്ഫോടക വസ്തു ഏത് രീതിയിലേക്ക് നിർമ്മിക്കാം, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം, ഈ ഡൊമിനിക് മാർട്ടിൻ, ഇവരോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ, കാരണം സയന്റിഫിക്കും ഫോറൻസിക് എക്സ്പെർട്ടുകളെല്ലാം തന്നെയുണ്ട്, അതവർക്ക് ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യയും കാര്യങ്ങളുമെല്ലാം തന്നെ അറിയുന്നത്. അതുകൊണ്ട് വെറുതെ ഇത് താൻ നിർമ്മിച്ചു, ഇത് കൊണ്ടുപോയി വെച്ചു എന്ന ആ പറയുന്ന മാർട്ടിൻ്റെ മൊഴി അവർ അത് പൂർണ്ണമായും തന്നെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടല്ല, പകരം ഇത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് അവർക്ക് മുൻപാകെ തന്നെ അത് വിശദീകരിച്ച് കൊടുക്കുകയും കൃത്യമായിട്ട് തന്നെ അത് ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത്രയും സമയം ഇതിലേക്ക് തന്നെ പോയത്. ഇത് ഈ കേസിൻ്റെ വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒരു വലിയ സംശയം ഇപ്പോഴും തന്നെ നിലനിൽക്കുന്നത്, ഇത് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണോ എന്നത് സംബന്ധിച്ച് വലിയൊരു സംശയം വലിയൊരു വിഭാഗത്തിന് തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കഴിയില്ല എന്ന് പലരും തന്നെ പലയിടങ്ങളിലും വാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇത് ഒരു അവതരണവും അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് ബോധ്യപ്പെടുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്തേക്ക് ഇത്രയും അധികം സമയം ഈ കാര്യത്തിനേക്ക് എടുത്തത്. ഇതൊരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കുറച്ച് സമയത്തിനകം പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത ഈ പെട്രോൾ വാങ്ങുമ്പോൾ അത് പകർത്തുന്നതിന് ഉപയോഗിച്ചു. ആലുവ അത്താണിയിലെ ഡൊമിനിക് മാർട്ടിന്റെ കുടുംബ വീട്ടിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചില നിർണായകമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട, കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘം ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച വയറുകളടക്കം അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നന്ദകുമാറിലേക്ക് കൂടി പോവുകയാണ്. എയർ ക്യാമ്പിന് മുന്നിലാണ് നന്ദൻ ചേരുന്നത്. നന്ദൻ, പോലീസിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ഈ ഡൊമിനിക് മാർട്ടിൻ തനിച്ചാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത്, ഈ സ്ഫോടനം നടത്തിയത്. ഇതിന് പിന്നിൽ മറ്റ് ദുരൂഹതകൾ, മറ്റ് വിധത്തിലുള്ള ഒരു ഗൂഢാലോചന ഇല്ല എന്ന് തന്നെ ആണോ പോലീസ് ഇപ്പോഴും പറയുന്നത്? കാരണം ഈ ഡൊമിനിക് മാർട്ടിന്റെ ഭാര്യയുടെ ഒരു മൊഴി ഏറെ നിർണായകമല്ലേ. അവർ പറയുന്നുണ്ട്, ഈ സ്ഫോടനം നടക്കുന്നതിന്റെ തലേ ദിവസം ഡൊമിനിക് മാർട്ടിൻ ആരോ ആയി ഫോണിൽ സംസാരിച്ചിരുന്നു. എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയോട് ഇയാൾ ദേഷ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ രീതിയിൽ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? ആരാണ് ഡൊമിനിക് മാർട്ടിനെ തലേ ദിവസം വിളിച്ചതെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അത്തരം ഒരു മൊഴി ഡൊമിനിക് മാർട്ടിൻ പോലീസിന് നൽകിയിട്ടുണ്ടോ?
കഴിഞ്ഞ ദിവസമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ മാധ്യമങ്ങളെ കണ്ടത്. ഈ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് വിശാലമായ ഒരു അന്വേഷണമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുക. പ്രധാനമായും ഈ കേസിൽ നേരത്തെ തന്നെ ഡൊമിനിക് മാർട്ടിൻ പലതരത്തിലുള്ള മൊഴികൾ നൽകിയിരുന്നു. എല്ലാ മൊഴികളും പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ മൊഴികൾ രേഖപ്പെടുത്തുന്ന സമയത്ത് തന്നെ എല്ലാ മൊഴികൾ രേഖപ്പെടുത്തുമ്പോഴും ഒരു മൊഴി പോലും പോലീസ് അത് മുഖവിലക്കെടുക്കാതെ മാറ്റി നിർത്തുന്നില്ല. എല്ലാ മൊഴികളും കൃത്യമായി രേഖപ്പെടുത്തുന്നു. എല്ലാ തെളിവുകളും അതിനനുസരിച്ച് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഡൊമിനിക് മാർട്ടിനെ വിശ്വസിക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൊമിനിക് മാർട്ടിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അല്ല എങ്കിൽ ഡൊമിനിക് മാർട്ടിൻ ഈ കൃത്യം ചെയ്ത് മറ്റാർക്കെങ്കിലും അറിയാമോ എന്നീ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ഈ പരിശോധനയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകളും ഇപ്പോൾ മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൊമിനിക് മാർട്ടിന്റെ ഭാര്യയുടെ മൊഴി ഏറ്റവും നിർണായകമാണ്. അതായത് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച രാവിലെ 9:30 ശേഷമാണ്. എന്നാൽ ശനിയാഴ്ച രാത്രിക്ക് ഡൊമിനിക് മാർട്ടിന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഈ ഫോൺ കോളിൽ ഡൊമിനിക് മാർട്ടിൻ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് സംശയം തോന്നിയ ഭാര്യ ചോദ്യം ചെയ്യുകയുണ്ടായി. അങ്ങനെ നിരന്തരം ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഭാര്യയുമായി ഇയാൾ ക്ഷോഭിച്ച് ഇത്തരത്തിൽ തനിക്കറിയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അറിയേണ്ട കാര്യമല്ല ഇതിൽ ഈ സംഭവം, അല്ലെങ്കിൽ നാളെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അവിടെ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഭാര്യയോട് പറയുന്നു. അതിനുശേഷം അന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് തമ്മനത്തെ വാടക വീട്ടിൽ നിന്നും ഡൊമിനിക് മാർട്ടിൻ ഇത്തരത്തിൽ ഈ കൺവെൻഷൻ സെന്ററിലേക്ക് പോകാൻ എന്ന് അറിയിച്ചു പോകുന്നത്. പക്ഷേ തമ്മനത്തേക്ക് പോകുന്നതിന് പകരം അത്താണിയിലെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അത്താണിയിലേക്ക് വീട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കയ്യിൽ ചില റിമോട്ട് കൺട്രോളുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസിന് ഇപ്പോൾ തെളിവായിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. പ്രധാനമായും തമ്മനത്തെ വീട്ടിൽ നിന്ന് ഒരു ഇരുചക്ര വാഹനത്തിൽ ഡൊമിനിക് മാർട്ടിൻ പോകുന്നു. ഈ ഡൊമിനിക് മാർട്ടിൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ 2 റിമോട്ടുകൾ ഒക്കെ തന്നെ കൈവശമുണ്ടായിരുന്നത്. അത് വാഹനത്തിനുള്ളിൽ വയ്ക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് അത്താണിയിലെ വീട്ടിലേക്ക് പോകുന്നു. അത്താണിയുടെ വീട്ടിൽ നേരത്തെ നിർമ്മിച്ചു വച്ചിരുന്ന ബോംബുകളെ കൈവശം എടുത്തതിനു ശേഷമാണ് കൺവെൻഷൻ സെന്ററിലേക്ക് പോകുന്നത്. ഈ കൺവെൻഷൻ സെന്ററിലെത്തി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കൃത്യം നടത്തിയതിനു ശേഷം ആദ്യം വിളിക്കുന്നത് ഭാര്യയെ തന്നെയാണ്. ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതായിട്ടുള്ള വിവരം ഭാര്യയോട് ഇത്തരത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. ആ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഒരു സുഹൃത്തിനെ ഇത്തരത്തിൽ ഡൊമിനിക് മാർട്ടിൻ ഫോൺ വഴി ബന്ധപ്പെടുകയും ചെയ്തത്. അവർ കുറച്ചു നേരം സംസാരിക്കുന്ന ഒരു ഫോൺ കോളിന്റെ ഒരു ഡീറ്റെയിൽസ് അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മറ്റു തരത്തിലുള്ള ഇടപാടുകളോ ഒന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആ സുഹൃത്തിനില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ആരെയാണ് ശനിയാഴ്ച രാത്രി ഡൊമിനിക് മാർട്ടിൻ വിളിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഡൊമിനിക് മാർട്ടിൻ കഴിഞ്ഞ ദിവസം ഈ സംഭവം കൃത്യം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കൃത്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കോ ഈ വിഷയമായി അറിയാം എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരും ഇതിൽ പങ്കില്ല എന്ന് പോലീസ് തുറന്നു പറയുന്നില്ല, അത് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്നൊരു കാര്യം ഒരു പരിധിവരെ വിശ്വസിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, NSC അടക്കമുള്ള NIA അടക്കമുള്ള സംഘം നേരത്തെ തന്നെ പോലീസിനോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരിക്കലും ഡൊമിനിക് മാർട്ടിനെ പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു ഇംപ്രവൈസീവ് എക്സ്പ്ലോസീവ് ഡിവൈസ്, ഒരു IED ബോംബ് ഒരിക്കലും ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു ഫോർമാനായി നിന്ന ഒരാൾക്ക് അത് കഴിയില്ല, ഒരു 6 മാസം കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും വിശദമായ അല്ലെങ്കിൽ വിശാലമായ ഒരു അന്വേഷണം കേരള പോലീസ് അതാണ് നന്ദൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. കാരണം എന്തുകൊണ്ടാണ് അത്തരമൊരു സംശയം ദേശീയ അന്വേഷണ ഏജൻസികൾ പോലും പോലീസിന് മുൻപാകെ പങ്കുവച്ചിട്ട് പോലീസ് ആ രീതിയിൽ അന്വേഷണം നടത്താത്തത്? കാരണം ഡൊമിനിക് മാർട്ടിൻ അദ്ദേഹം പറയുന്ന കാര്യം കഴിഞ്ഞ 3 ദിവസത്തിനിടെയാണ് ഈ രീതിയിൽ ആ ബോംബ് നിർമ്മിച്ചത്, അതിന്റെ പടക്കങ്ങൾ വാങ്ങിച്ചു, അതിൽ നിന്നും ഉപയോഗിച്ചുള്ള ഈ 3 ദിവസം കൊണ്ടാണ് ഈ സ്ഫോടക വസ്തു നിർമ്മിച്ചതെന്നാണ് ഡൊമിനിക് മാർട്ടിൻ പറയുന്നത്. പക്ഷേ ഇത്തരം ഒരു സംശയം NIA അടക്കം പങ്കുവച്ചിട്ടും പോലീസ് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ഡൊമിനിക് മാർട്ടിൻ ഇത് തനിച്ചാണ് ചെയ്തതെന്ന്. മറ്റൊരു ചോദ്യമുള്ളത്, ഡൊമിനിക് മാർട്ടിൻ വിദേശത്തായിരുന്നു. നാട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് അവിടെ വെച്ച് തന്നെ, വിദേശത്ത് വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം, ഒരു പദ്ധതി അദ്ദേഹം ഇട്ടിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം വിദേശത്തു നിന്നും നാട്ടിലേക്ക് പോരാൻ നേരം അദ്ദേഹം അവിടെയുള്ള ചില സുഹൃത്തുക്കളോട് പറഞ്ഞ വിവരം
തൻ്റെ ഒരു ബന്ധു, അടുത്ത ബന്ധു മരിച്ചു, അതിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേശീയ അന്വേഷണ, പ്രത്യേകിച്ച് NIA ഇതുമായി ബന്ധപ്പെട്ട ചില വിവരശേഖരണം നടത്തുന്നുണ്ട്. ഈ വിദേശത്തേക്കും, അതായത് ഗൾഫിലേക്കും ഈ കേസുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നീക്കാൻ NIA പദ്ധതിയിടുന്നുണ്ടോ? തീർച്ചയായും പ്രധാനമായും കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഈ ഒരു വിദേശ ബന്ധത്തെക്കുറിച്ച് വളരെ വിശാലമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസം മുമ്പാണ് ഡൊമിനിക് മാർട്ടിൻ കേരളത്തിലേക്ക് എത്തിയത്. ഈ കേരളത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള കൃത്യം നടത്താനുള്ള ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധം, വിദേശത്ത് ആരൊക്കെയായിരുന്നു ഡൊമിനിക് മാർട്ടിനെ സഹായിച്ചത്, ഏത് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, അവിടെ ആർക്കൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, എവിടെയായിരുന്നു താമസിച്ചത് എന്നടക്കമുള്ള സമഗ്ര വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചു വരുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ, ഇത്തരത്തിലൊരു ബോംബ് ബ്ലാസ്റ്റ് എന്ന രീതിയിലേക്ക് ഒരു കേസ് വരുമ്പോൾ അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു അന്വേഷണം നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. കേരള പോലീസും അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തൊരു അന്വേഷണം. പ്രധാനമായും NIA-യുടെയും NSG-യുടെയും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും സഹായം ഇപ്പോൾ കേരള പോലീസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പഴുതും അല്ലെങ്കിൽ ഒരു സമഗ്രമായ രീതിയിലുള്ള ഒരു അന്വേഷണം, ഒരു തരത്തിലും ഈ ഒരു അന്വേഷണത്തിൽ ഒരു പഴുതുണ്ടാകരുത്, ഈ പ്രതിക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തെളിവ് ശേഖരിക്കാനോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പഴുതും അവശേഷിക്കാതെയുള്ള ഒരു അന്വേഷണം തന്നെയാണ് കേരള പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ചില കാര്യങ്ങൾ വിട്ടു പറയാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. ഇത്തരത്തിൽ ഒരാൾ തന്നെയാണ് എന്നൊരു മൊഴി ഡൊമിനിക് മാർട്ടിൻ ആവർത്തിച്ച് പറയുമ്പോഴും ആ മൊഴി മുഖവിലക്കെടുക്കാതെ ഇതിൽ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിവരശേഖരണം നടത്താനും അത്തരത്തിലൊരു തെളിവ് ശേഖരിക്കാനും ഇപ്പോൾ കേരള പോലീസും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രതിയുടെ ഒരു വിദേശ ബന്ധം നേരത്തെ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അതായത് 2020 കോവിഡ് കാലഘട്ടത്താണ് ഈ ഡൊമിനിക് മാർട്ടിൻ കേരളത്തിൽ നിന്നും ദുബായിലേക്ക് പോയത്. അതായത് ഈ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത്, ആ കോവിഡ് കാലത്തിന് മുമ്പ് ഈ ഡൊമിനിക് മാർട്ടിൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ഈ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കോവിഡ് കാലം വരുന്നു, ജോലി നഷ്ടപ്പെടുന്നു, വിദേശത്തേക്ക് പോകുന്നു. വിദേശത്ത് നിന്നും കഴിഞ്ഞ 6 മാസത്തിന് മുമ്പാണ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. അവിടെ ഈ സുഹൃത്തുക്കളോട്, ഈ തിരിച്ചു വരാൻ നേരം അവിടുത്തെ സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരു കാര്യം, തന്റെ ബന്ധു മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു കർമ്മങ്ങൾക്കായിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഡൊമിനിക് മാർട്ടിൻ കേരളത്തിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. പോലീസിനും ആ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ആ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു കേസ്, കേരളത്തെയും രാജ്യത്തെയും തന്നെ നടക്കുന്ന ഒരു കേസിൽ സമഗ്ര അന്വേഷണം അത് കേരള പോലീസ് നടത്തുന്നുണ്ട്. പ്രധാനമായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തിയ ഒരു കേസിൽ ഒരു കാരണവശാലും കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് പിഴവുണ്ടാകരുത് എന്ന് കേരള പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. സംശയം തോന്നുന്ന ചില ആൾക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായും ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ടോം, വ്യക്തമാണ്. ആ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. മറ്റേതെങ്കിലും വിധത്തിലുള്ള ദുരൂഹതയുണ്ടോ, കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ, ആരെങ്കിലും ഡൊമിനിക് മാർട്ടിനെ സഹായിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും ദേശീയ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. വിനേഷ് കുമാറിലേക്ക് പോവുകയാണ്. കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്റർ, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നാണ് വിനേഷ് ചേരുന്നത്. വിനേഷ്, ഇപ്പോൾ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പാണ് ആലുവ അത്താണിയിലെ വീട്ടിൽ, തറവാട്ട് വീട്ടിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം ഇനി ഈ പ്രതി ഡൊമിനിക് മാർട്ടിനെ എത്തിക്കുക ഒരുപക്ഷെ ഈ കൺവെൻഷൻ സെന്ററിലേക്കായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇവിടെ നിന്നും ഇതിനു മുൻപ് പരിശോധനയിൽ, പോലീസിന്റെയും മറ്റും പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയിരുന്നോ? ഇവിടുത്തെ ഈ കുടുംബ വീട്ടിലെ തെളിവെടുപ്പ് പോലെ വളരെ ഒരു ദൈർഘ്യമേറിയ ഒരു തെളിവെടുപ്പായിരിക്കുമോ ഇവിടെ, അതോ ഈ സംഭവ സ്ഥലത്ത് പ്രതിയെ എത്തിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ഡൊമിനിക് മാർട്ടിനെ അല്പസമയത്തിനകം തന്നെ കളമശ്ശേരിയിൽ ഈ സ്ഫോടനം നടന്ന കൺവെൻഷൻ സെന്ററിൽ എത്തിക്കും. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 9:30 കൂടിയാണ്
കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് 3 സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു സ്ത്രീയുടെ മരണം സംഭവിച്ചിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അത് ഒരു ആസൂത്രിതമായ സ്ഫോടനമാണ്, ആക്രമണമാണ് എന്ന് തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ വിലയിരുത്തപ്പെട്ടത്. അതിനുശേഷമാണ് മുൻപ് ഈ സഭയിൽ തന്നെ യഹോവ സാക്ഷികളുടെ ഈ സഭയിൽ തന്നെ അംഗമായിരുന്ന ഡൊമിനിക് മാർട്ടിനിലേക്ക് അന്വേഷണം എത്തിയത്. ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഫേസ്ബുക്കിലൂടെ ആണ് ഈ ഒരു വീഡിയോ സന്ദേശം താനാണ് സ്ഫോടനം നടത്തിയത്, മറ്റാർക്കും പങ്കില്ല, ആശയപരമായ വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഫോടനം നടത്തിയതെന്ന് പ്രതി തന്നെ അന്ന് പോലീസിനോട് സമൂഹ മാധ്യമങ്ങളുടെ പുറം ലോകത്തെ അറിയിക്കുന്നു. അതിനുശേഷം തൃശ്ശൂർ കൊടകരയിലെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. പിന്നീട് ഈ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു പ്രതി ഓരോ നീക്കങ്ങളും നടത്തിയത്. മറ്റാരുടെയും സഹായം ഉണ്ടായിരുന്നില്ല, തനിക്കുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പ്രതി ഡൊമിനിക് മാർട്ടിൻ ചോദ്യം ചെയ്യലിൽ പറയുന്നത്. പക്ഷേ ഈ ഭാര്യയുടെ മൊഴി ഏറെ നിർണായകമാണ്. ഭാര്യ പറയുന്നത് ഈ സ്ഫോടനം നടന്നതിന്റെ തലേ ദിവസം മറ്റാരോ ഫോണിൽ പ്രതിയെ വിളിച്ചിരുന്നു, ഡൊമിനിക് മാർട്ടിനെ വിളിച്ചിരുന്നു എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. വിനേഷ് കുമാറിലേക്ക് പോകുന്നു. വിനേഷ് കൺവെൻഷൻ സെന്ററിലാണ്, കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിലാണ് വിനേഷ് ഉള്ളത്. വിനേഷ്, അല്പസമയത്തിനകം പ്രതിയെ ഈ കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ തെളിവെടുപ്പിനായി എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ടോം, പ്രതിയെ ഇന്ന് രാവിലെ, അതായത് പുലർച്ചെ എപ്പോഴോ ഏതോ സമയമാണ് പുറത്തിറക്കിയത് തെളിവെടുപ്പിന് എന്നാണ് തോന്നുന്നത്. കാരണം രാത്രിയിലും മുഴുവൻ സമയവും അവിടെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. രാവിലെയും അതിരാവിലെ തന്നെ എത്തിയ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ ഈ സമയങ്ങളിലൊന്നും തന്നെ ഇതിൻ്റെ മുൻഭാഗത്തുകൂടെ മാത്രമേ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതായത് റൂറൽ SP-യുടെ ഓഫീസിൻ്റെ ആസ്ഥാനത്ത് നിന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസൊക്കെ ഇതിനോട് ചേർന്ന്, കളമശ്ശേരിയിൽ ഇതിനോട് ചേർന്നാണുള്ളത്. ഇവിടെ നിന്ന് അതുവഴിയൊന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല. ഒരുപക്ഷേ ഈ സമയത്ത്, പുലർച്ചെ സമയത്ത് എപ്പോഴോ ആയിരിക്കണം പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുക. അതങ്ങനെ ഒരുപക്ഷെ കൺവെൻഷൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം കൺവെൻഷൻ സെൻറ്ററിൽ ഇപ്പോൾ ഈ കാറുകൾ, അതായത് സ്ഫോടനം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന യഹോവ സാക്ഷികളുടെ സംഘടനയുടെ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു, അവരുടെ വാഹനങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പ്രതിയെ തെളിവെടുപ്പും മറ്റും നടത്തിയതിന് ശേഷമാണ് സാധാരണ നിലയ്ക്ക് വിട്ടുകൊടുക്കേണ്ടത്. പക്ഷേ ഇവരുടെ RC ബുക്കും മറ്റും ശേഖരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ അതിരാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമാണോ ഈ ബോംബ്, അതായത് ഇയാളുടെ അത്താണിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ളൊരു സംശയമാണുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ പോലീസ് ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും നടന്നിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കൺവെൻഷൻ സെൻറ്ററിൽ നേരത്തെ ഒരുപക്ഷെ തെളിവെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധ്യതയില്ല. പകരം കൊരട്ടിയിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം അവിടെ ഒരു ലോഡ്ജിൽ ഇയാൾ താമസിച്ചിരുന്നല്ലോ. ആ സമയത്ത് അവിടെ തെളിവെടുപ്പ് നടത്താനുള്ളൊരു സാധ്യത കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പടക്കം വാങ്ങിയ കടയിലും പെട്രോൾ പമ്പിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ തമ്മനത്തിലുള്ള ഇയാളുടെ വാടക വീട്ടിലും ഒരുപക്ഷെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും കൺവെൻഷൻ സെൻറ്ററിൽ ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇതിൻ്റെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത്, കൊരട്ടിയിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയില്ല. കാരണം അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത് എങ്ങോട്ടാണെന്നുള്ളത്. മാത്രമല്ല ഇന്നലെ 6 മണിക്കാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇനി അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിലും പോലീസ് എന്തായാലും അക്കാര്യത്തിലും ഒരു തീരുമാനം കൃത്യമായി എടുക്കേണ്ടതുണ്ട്. കാരണം തുറന്ന കോടതിയിലായിരിക്കും പ്രതിയെ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള 2 ആഴ്ച വരെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള നടപടി ആണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അത്തരത്തിലൊരു അപേക്ഷ സമർപ്പിക്കാനാണ് സാധ്യതയുമുള്ളത്. എന്തായാലും ഇപ്പോൾ കൺവെൻഷൻ സെൻറ്ററിൽ പ്രതിയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ദേശീയ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇനി ഇവിടേക്ക് കൊണ്ടുവരുമോ കൊരട്ടിയിലേക്കോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം. വിനേഷ്, എന്തായാലും പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്ര ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരിക്കും പോലീസ് കോടതിയിൽ സമർപ്പിക്കുക? അതായത് ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കൃത്യം ഇയാൾക്ക് മാത്രം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം, ആ ഒരു ദുരൂഹത അല്ലെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇത് സാധാരണ ഒരു ബോംബ് നിർമ്മിച്ച് എറിയുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കരിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ബോംബ് നിർമ്മിച്ച് എറിയുകയോ അല്ല ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ
ഡൊമിനിക് മാർട്ടിനെ ഇന്ന് പുലർച്ചെ ഈ കൺവെൻഷൻ സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെന്നൊരു സംശയം ഉണ്ട്. കാരണം മാധ്യമപ്രവർത്തകർ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. ഈ ഡൊമിനിക് മാർട്ടിനെ AR ക്യാമ്പിൽ നിന്നും പുറത്തിറക്കിയത് എന്നൊരു സംശയമാണ് ഒരു സംശയമുണ്ട് നിലവിൽ. കാരണം പോലീസ് ഇപ്പോൾ ആലുവ അത്താണിയിലെ ഈ ഡൊമിനിക് മാർട്ടിൻ്റെ കുടുംബ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇതിനുശേഷം ഇനി കാലടിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ഈ പടക്കം വാങ്ങിയ കടയിലും മറ്റും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയേക്കും. അതേ തുടർന്നായിരിക്കും തമ്മനത്തെ ഡൊമിനിക് മാർട്ടിൻ്റെ വീട്ടിലേക്ക്, ആ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലേക്കും എത്തിക്കുക. എന്തായാലും നിർണായകമായിട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ അത്താണിയിലെ കുടുംബ വീട്ടിൽ പുരോഗമിക്കുന്നത്. ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ അവിടെ നിന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച വയറുകളടക്കം അവിടെ നിന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട്. ഡൊമിനിക് മാർട്ടിന് കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിരുന്നോ? ഇതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നോ? ഡൊമിനിക് മാർട്ടിൻ എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് എത്തിയത്? അതിനേക്കാൾ സുപ്രധാനമായിട്ടുള്ള ചോദ്യം, ഡൊമിനിക് മാർട്ടിൻ ഫേസ്ബുക്കിലൂടെ ഈ ഒരു വീഡിയോ പങ്കുവച്ചത് ഈ സംഭവം നടന്നത്, അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് താനാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വീഡിയോ പങ്കുവച്ചത്. പിന്നീട് വൈകുന്നേരത്തോടു കൂടി ഈ ഫേസ്ബുക്ക് പേജ് തന്നെ അപ്രത്യക്ഷമാകുന്നു. പക്ഷെ ആ സമയം, ഈ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമാകുന്ന സമയം ഡൊമിനിക് മാർട്ടിൻ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായത് തുടങ്ങിയ കാര്യങ്ങളിലും ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സ്പോട്ട് ലൈവിന് ഇപ്പോൾ പരിശോധിക്കുന്നത് സീരിയൽ താരം രഞ്ജുഷ മേനോൻ ജീവനൊടുക്കിയ കേസാണ്. നടി രഞ്ജുഷ മേനോന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സീരിയൽ ലോകം. ഏതാനും സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഫ്ളാറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ പങ്കാളിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ രഞ്ജുഷയ്ക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇപ്പോഴും ഈ രഞ്ജുഷ മേനോൻ എന്ന യുവ നടിയുടെ വിയോഗത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 മാസത്തിനിടെ 2 സീരിയൽ താരങ്ങൾ, അതും തിരുവനന്തപുരത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന, ജീവനൊടുക്കുന്ന സാഹചര്യം, 2ഉം കുടുംബ പ്രശ്നമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ രഞ്ജുഷ മേനോന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇപ്പോൾ ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോന്നിട്ടുണ്ട്. വൈകിട്ടോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ കേസുമായി, അതായത് രഞ്ജുഷയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? എന്താണ് അതിന്റെ കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നന്ദൻ? ഡാൻ. ടോമ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ രാവിലെയാണ് രഞ്ജുഷയെ ശ്രീകാര്യം കരിയത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ അവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കുന്നതിന് ചില താമസങ്ങൾ നേരിട്ടിരുന്നു. ശാസ്ത്രീയമായ പരിശോധനകളടക്കം മുറിയിൽ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഫിംഗർ പ്രിന്റിന്റെയും ഒപ്പം തന്നെ സയന്റിഫിക് വിദഗ്ധരുടെയും ഒക്കെ സഹായത്തോടെയാണ് അവിടുത്തെ പരിശോധനകൾ പോലീസ് പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കൊണ്ടുപോകുന്നത് താമസിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിനാലാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്താതെ ഇരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് മൃതദേഹം സംസ്കാരത്തിന്റെ ഭാഗമായി ആലുവയിലെ അവരുടെ ജന്മസ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ന് രാവിലെ ആലുവയിൽ നിന്ന് രഞ്ജുഷയുടെ കുടുംബാംഗങ്ങൾ അടക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു. കൃത്യമായ, അതായത് മാധ്യമങ്ങളോട് ഈ മകളുടെ മരണം സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള കാരണങ്ങളും വെളിപ്പെടുത്താൻ കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില സാമ്പത്തിക ഇടപാടുകൾ, അതായത് രഞ്ജിഷയും ഭർത്താവും തമ്മിൽ നിലനിന്നിരുന്ന, പങ്കാളിയായ മനോജും തമ്മിൽ നിലനിന്നിരുന്ന ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അടക്കം ശ്രീകാര്യം പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഇന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീകാര്യം SHO അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CRPC 174 174 വകുപ്പ് പ്രകാരമാണ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ശ്രീകാര്യം പോലീസ് മെഡിക്കൽ കോളേജ് പോലീസിനെ ഉൾപ്പെടെ
സഹകരണത്തോടെ ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ചില കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ഇടപാടുകൾക്ക് അപ്പുറത്തേക്ക് രഞ്ജിഷയുടെ ചില സൗഹൃദങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും അവരാരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മരണത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച മറ്റെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ശ്രീകാര്യം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ച് അവർ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് രഞ്ജിഷയുടെ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഈ പോലീസിനെ ഇപ്പോൾ കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം 2 ദിവസം മുമ്പ് വരെ അവസാനമായി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സൈറ്റിൽ എത്തി അവിടെയുള്ള സഹതാരങ്ങളുമായും സംവിധായകനുമൊക്കെ വളരെ സൗഹാർദ്ദപരമായ ഒരു സംഭാഷണം നടത്തി. ഇന്നലെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി സീരിയൽ സെറ്റിലേക്ക് എത്താമെന്ന് പറഞ്ഞാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത്. തലേ ദിവസവും പിറ്റേ ദിവസം എത്തുമെന്ന മറുപടി തന്നെ. അതായത് ഇന്നലെ രാവിലെ 8 മണിയോടെ തന്നെ നെലുമേലിൽ വെച്ചായിരുന്നു ഈ സീരിയലിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. അവിടെ വെച്ച് സഹതാരങ്ങൾക്ക് ഒപ്പം ജന്മദിനം ആഘോഷിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് രഞ്ജിഷ കഴിഞ്ഞ ദിവസം മടങ്ങിയത്. പക്ഷേ ആ മടങ്ങിയതിനു ശേഷവും ഇന്നലെ രാവിലെ ഇത്തരമൊരു സംഭവം അറിയുന്നതിനിടയിൽ അസ്വാഭാവികമായ എന്തോ ഒന്ന് ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ സഹതാരങ്ങളുടെ അടക്കം അവർ ഫോണിൽ ബന്ധപ്പെട്ടവരുടെ അടക്കം മൊഴി വിശദമായി തന്നെ പോലീസ് ശേഖരിക്കും. മനോജിനെ, അതായത് ഇപ്പോൾ രഞ്ജിഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പങ്കാളി മനോജിനെ, അദ്ദേഹം സംവിധായകനാണ്, അദ്ദേഹത്തിന്റെ വിശദമായ മൊഴിയും ശ്രീകാര്യം പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം മാത്രമേ എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം, അവർ ജീവനൊടുക്കാനുണ്ടായ യഥാർത്ഥ കാരണം എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ഈ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ലഭ്യമാകുന്ന വിവരങ്ങൾ. മനോജുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. പക്ഷേ ഈ മനോജിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ തേടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇവർ തമ്മിൽ ഈ മരണം നടക്കുന്നതിന് തൊട്ട് മുൻപ് തലേ ദിവസങ്ങളിലോ അതോ അന്ന് പുലർച്ചെയോ മറ്റോ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ? നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ചില സുഹൃത്ത് ബന്ധങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. അത്തരമൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നോ? അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത്തരത്തിൽ, അതായത് രഞ്ജിഷയുടെ ചില സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മനോജിന്, പങ്കാളിയായിട്ടുള്ള മനോജിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്നാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സൗഹൃദങ്ങളാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് പ്രാഥമികമായിട്ട് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനും അപ്പുറത്തേക്ക് ഈ രഞ്ജിഷയുടെ സാമ്പത്തിക ഇടപാടുകൾ, അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഇതെല്ലാം തന്നെ വിശദമായി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് അവർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അന്വേഷണം ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് SHOയുടെ ഭാഗത്തുനിന്ന് ഇന്ന് അല്പസമയം മുമ്പ് ലഭ്യമായിരിക്കുന്ന വിവരം. അദ്ദേഹമാണ് നമ്മളോട് ഈ CRPC 174 ചുമത്തിക്കൊണ്ടാണ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ ഈ മൊബൈൽ ഫോൺ പരിശോധനകൾക്കപ്പുറത്തേക്ക് അവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന, സൗഹൃദമുണ്ടായിരുന്ന മുഴുവൻ പേരിലേക്കും അന്വേഷണം എത്തും. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതിനൊപ്പമാണ് ഈ മനോജുമായിട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവർക്കത് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ സംശയങ്ങളാണ്. ആ സംശയങ്ങൾ ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ രഞ്ജിഷയുടെ ചില സൗഹൃദങ്ങൾ, ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഒരേസമയം ശ്രീകാര്യം പോലീസ്, മെഡിക്കൽ കോളേജ് പോലീസിന്റെ സഹായത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ളത്. ഡാൻ, ഒരു നിമിഷം, ഈ രഞ്ജുഷ മേനോന്റെ ഒരു പ്രകൃതം എടുത്തു നോക്കിയാൽ അവർ പുറമെ വളരെ സന്തോഷവതിയായിരുന്നു. പക്ഷെ ഉള്ളില് വലിയ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, വേദനയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നിന്നടക്കം, അവരുടെ അക്കൗണ്ടുകളിൽ നിന്നടക്കം ലഭ്യമായിരുന്നു. അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം രഞ്ജിഷ മേനോൻ വളരെ സജീവമായിരുന്നു. രഞ്ജിഷയുടെ പോസ്റ്റുകളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ പോസ്റ്റുകളിൽ കൂടുതലും ഈ വിഷാദവും ഒറ്റപ്പെടലും ഒക്കെ നിറഞ്ഞു നിന്ന ചില പോസ്റ്റുകളായിരുന്നു അവർ പങ്കുവച്ചിരുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇൻസ്റ്റഗ്രാമിൽ സന്തോഷം പങ്കുവയ്ക്കുന്ന കാര്യങ്ങളുമായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ പല വീഡിയോകളിലും
ഫോട്ടോകളിലും അടക്കം പ്രകടമായിരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് മരണം നടക്കുന്നതിന് 6 ദിവസം മുൻപ് തൻ്റെ ഉള്ളിലെ വേദനയൊക്കെ പങ്കുവയ്ക്കുന്ന രീതിയിൽ രഞ്ജുഷ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം ഡാനിലേക്ക് തിരികെ എത്താം. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായം മധുരിക്കണമെന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് മനുഷ്യർ. അവരുടെ വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകണമെന്നില്ല. ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം. കാരണം ഒരു നാൾ ചില കണക്ക് പറച്ചിലുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മളെപ്പോഴും തനിച്ചാണ് എന്നുള്ളതാണ്. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്വന്തക്കാരാരാണെന്ന് ചോദിച്ചാൽ അവരോട് പറയണം, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാരാണ്. അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല, കൂട്ടുകാരുമില്ല. അപ്പോൾ സാഹചര്യത്തിനൊത്ത് കൂടെ നിൽക്കുന്നവരാണല്ല. ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ മതി, ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകത്തില്ല. ഡാനിലേക്ക് വേണ്ടി ഡാൻ നേരത്തെ പറഞ്ഞതും ഈ ഫേസ്ബുക്കിലെ വീഡിയോയും തമ്മിലൊന്ന് കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ രഞ്ജുഷ മേനോനും പങ്കാളിയായിരുന്ന മനോജും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം തൻ്റെ അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാകും. അതോടൊപ്പം സ്നേഹം വാക്കുകളിൽ മാത്രം പോരാ, സ്നേഹം തുറന്നു കാണിക്കണം. അങ്ങനെ പല കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ അവർ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പല കണക്ക് പറച്ചിലിനെ കുറിച്ചൊക്കെ വീഡിയോയിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണക്ക് പറച്ചിലുകൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ? ഒരു മനോജിൽ നിന്നും വേണ്ട രീതിയിൽ സ്നേഹം കിട്ടുന്നില്ല എന്ന തോന്നലൊക്കെ ആയിരുന്നോ ഈ ഒരു ജീവനെടുക്കാൻ കാരണമായത്? ടോം, അവരുടെ സുഹൃത്തുക്കളുമായി, അതായത് ഈ സീരിയലുകളിൽ അടക്കം രഞ്ജിഷയ്ക്കൊപ്പം അഭിനയിച്ചിരുന്ന താരങ്ങളുമായി ഒക്കെ നമ്മൾ ഇന്നലെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരാരും പ്രതികരണങ്ങൾക്ക് വിസമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആകെ നമ്മളോട് അല്പമെങ്കിലും ഒരു സഹകരണ മനോഭാവത്തോടെ സംസാരിച്ചത് അവരിപ്പോൾ ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മാത്രമാണ്. സുനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നൽകിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടക്കം ഇന്നലെ നൽകിയത്. അതായത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മറ്റ് താരങ്ങളോടൊന്നും വിഷമങ്ങൾ ഉള്ളതായിട്ട് അവർ കൂടുതൽ വിവരങ്ങളൊന്നും, അതായത് സ്വകാര്യമായ ദുഃഖങ്ങൾ അങ്ങനെ പങ്കുവെക്കുന്ന ഒരു ശീലം രഞ്ജിഷയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളോടെങ്കിലും പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ എല്ലാവരും ഒപ്പം നിൽക്കുമായിരുന്നു. എന്ത് വിഷമത്തിനായാലും തങ്ങളാലാവുന്ന പരിഹാരം ചെയ്യാൻ തങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു രീതി രഞ്ജിഷയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വേദനകൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം വളരെ ഞെട്ടലോടെ നമ്മളോട് പറഞ്ഞത്. പക്ഷേ അപ്പോഴും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഈ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ രഞ്ജിഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ശാരീരികമായ ചില പ്രയാസങ്ങൾ മാത്രമാണെന്നാണ് ഈ സംവിധായകരോടും മറ്റ് താരങ്ങളോടുമൊക്കെ അവർ പങ്കുവച്ചിരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക്, ശാരീരികമായി അവർ അനുഭവിച്ചിരുന്ന വേദനകൾക്കപ്പുറത്തേക്ക് മാനസികമായ ചില മുറിവുകൾ രഞ്ജിഷയെ പിന്തുടർന്നിരുന്നു. അത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒപ്പമുണ്ടായിരുന്നവർക്ക് കഴിയാതെ പോയതാണ് ജീവനൊടുക്കുന്ന തരത്തിലേക്ക് രഞ്ജുഷയെ നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ പങ്കാളിയായ മനോജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തികമായ ഇടപാടുകൾ, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് രഞ്ജുഷയുടെ ചില സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് മനോജിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ അടക്കം സുഹൃത്തുക്കളിൽ നിന്നടക്കം മൊഴിയെടുക്കുന്നതിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പോലീസും ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ആരായിരുന്നു രഞ്ജിഷയുടെ സുഹൃത്തുക്കൾ? മനോജിന് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്, കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായി ഇത്തരം അൺനാച്ചുറൽ ആയിട്ടുള്ള മരണങ്ങൾ നടക്കുമ്പോൾ ചുമത്തുന്ന CRPC 174 മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ തുടരുന്ന അന്വേഷണത്തിൽ, അതായത് ഈ ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നുണ്ട്. അവരുടെ മൊബൈൽ ഫോൺ അടക്കം സയന്റിഫിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ പരിശോധനകളുടെ കണ്ടെത്തുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും
വകുപ്പുകൾ ഈ അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ വകുപ്പുകൾ ഈ കേസിൽ ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിന് ഏതാണ്ട് ഒരാഴ്ചത്തെ സമയമെടുത്തേക്കാം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ ഈ തൂങ്ങി മരണമാണോ അതോ അതിനപ്പുറത്തേക്ക് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലും മുറിവുകളുണ്ടോ ഇതിനൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനും പ്രതികരണത്തിനും ഒന്നും പോലീസ് ബന്ധുക്കൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ മൃതദേഹം ജന്മനാടായ ആലുവയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് രഞ്ജു മേനോന്റെ ബന്ധുക്കൾ ഉറ്റ ബന്ധുക്കളടക്കം ഈ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിലെ ബന്ധത്തിലെ ചില പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ മരണത്തിലേക്ക് നയിച്ചതെങ്കിൽ, അതല്ലെങ്കിൽ ഈ രഞ്ജു മേനോന്റെ മറ്റേതെങ്കിലും സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമാണെങ്കിൽ അങ്ങനെ മാത്രം ഇതിനെ കാണാൻ കഴിയുമോ ഡാൻ? കാരണം പ്രത്യേകിച്ചും ഇരുവരും തമ്മിൽ ഒരു ലിവിങ് ടുഗദർ റിലേഷനാണ്. മറ്റേതെങ്കിലും അനിഷ്ടം തോന്നിയാൽ, ഒരു നീരസമോ മറ്റു ബുദ്ധിമുട്ടോ, ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലോ ഉണ്ടായാൽ മറ്റ് നിയമക്കുരുക്കങ്ങളോ ഒന്നുമില്ല, നിയമ തടസ്സവും ഇല്ല അവർക്ക് വേറെ പിരിയാൻ. പിന്നെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വേറെ പിരിയാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഒരു ജീവനെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രഞ്ജുഷ നീങ്ങിയത്? എന്തെങ്കിലും ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള കുടുംബാംഗങ്ങളുടെ പ്രതികരണമൊന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് കൃത്യമായി എടുത്തു പറയാൻ കഴിയും, ലിവിങ് ടുഗദർ ആയിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ അനിഷ്ടങ്ങൾ നേരിട്ടാൽ ആ ബന്ധം ഉപേക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്ന് അത്ര ലാഘവത്തോടെ നമുക്കൊക്കെ പറഞ്ഞ് ഒഴിയാൻ വയ്യ. കാരണം ഒരു ലിവിങ് ടുഗദർ ആണ് എങ്കിൽ പോലും അത് കൃത്യമായ നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. രണ്ട് വ്യക്തികളുടെ വ്യക്തിപരമായ ഇഷ്ടത്തിന്റെ പേരിലാണ് അത്തരത്തിലൊരു ഒരുമിച്ചുള്ള താമസം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ അവർ എത്തിയതെങ്കിലും ആ ബന്ധം ഉപേക്ഷിച്ച് പെട്ടെന്നങ്ങ് പോവുക എന്ന് പറയുന്നതൊന്നും അത് അവർക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുവാനോ അത്ര പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാക്കാനോ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം നമുക്കറിയാം അത് കുടുംബത്തിൽ അടക്കം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ അടക്കം വിമർശനങ്ങൾക്ക് എതിർപ്പിനൊക്കെ വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാകാം. കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ രഞ്ജിഷയ്ക്ക് നേരിടേണ്ടിയും വന്നേക്കാം. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, അവരുടെ ഒരു സ്വഭാവ രീതി അനുസരിച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ നേരിട്ടിരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും കൂടുതൽ ആളുകളുമായി പങ്കുവെക്കുന്ന ഒരു രീതി രഞ്ജിഷയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് ഇതുവരെ അവരുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രയാസങ്ങൾ പങ്കുവെക്കുന്ന ഒരു ശീലം രഞ്ജിഷയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇത്തരമൊരു കടുങ്കൈ ചെയ്യുന്നതിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു വിഷമപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അവരുടെ സുഹൃത്തുക്കളടക്കം ഇന്നലെ നമ്മളോട് പങ്കുവച്ചതും. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം, അല്ലെങ്കിൽ ഇവർ ജീവനൊടുക്കാനുണ്ടായ യഥാർത്ഥ കാരണം എന്താണ് എന്ന പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ പുറത്തു വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അവരുടെ സുഹൃത്തുക്കളടക്കം. അവർക്കാർക്കും ഇപ്പോഴും രഞ്ജിഷയുടെ വളരെ അപ്രതീക്ഷിതമായ ഈ വിയോഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതികരണത്തിന് പോലും അവരാരും ഇന്നലെ തയ്യാറാകാതിരുന്നതും. എന്തായാലും നമുക്ക് കൃത്യമായ രണ്ട് വിവരങ്ങൾ, അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പങ്കാളിയായ മനോജുമായി ഉള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നു. അതോടൊപ്പം രഞ്ജിഷയുടെ ചില സൗഹൃദങ്ങളിൽ മനോജനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം, ഈ രണ്ട് വഴിയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമേ എന്താണ് മരണകാരണമെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ പോലീസ് ആ രീതിയിലുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. കുടുംബം എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുണ്ടോ അതും പോലീസ് പരിശോധിക്കണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ആദ്യം ഭാര്യയെ തന്നെയാണ് കാര്യം വിളിച്ചു പറഞ്ഞത്. ഭാര്യയെ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഈ രക്ഷപ്പെട്ട സമയത്താണ് കൊച്ചിയിലുള്ള ഒരു സുഹൃത്തിനെയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തത്. ഈ സുഹൃത്തിനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വിളിച്ചു വരുത്തി തന്നെയാണ് ചോദ്യം ചെയ്തത്. മൊഴി രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഭാര്യയുടെ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്ക് കൂടി പങ്കുള്ളതായി ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൊമിനിക് മാർട്ടിന്റെ ഫോൺ രേഖകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അതിൽ നിന്നും ഈ ശനിയാഴ്ച രാത്രി വിളിച്ച വ്യക്തി ആരാണ് എന്നുള്ളൊരു തിരച്ചിൽ ഇപ്പോൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി 7 മണി വരെ പോലീസിന് സമയമുണ്ട്. കാരണം ഇന്നലെ രാത്രി 7 മണിക്കാണ് ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 24 മണിക്കൂറിന് മുമ്പ് ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ മറ്റൊരാൾക്ക് കൂടി പങ്കുള്ളതായ ഒരു സൂചന വച്ചിപ്പോൾ
സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് ജാനകിക്കാട് പീഡനക്കേസാണ്. 2021 നവംബറിലാണ് 17-കാരിയെ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗം ചെയ്തത്. ജാനകിക്കാട് പീഡനക്കേസിൽ 4 പ്രതികളും കുറ്റക്കാരെന്ന് നാദാപുരം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം കോടതി വിധിക്കും. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, നാടിനെ നടുക്കിയൊരു സംഭവമായിരുന്നു 2 വർഷം മുൻപ് നടന്ന ജാനകിക്കാട് പീഡനക്കേസ്. 17-കാരിയെ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗം ചെയ്ത കേസ്. ഈ കേസിലെ 4 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. വിധി ഉടൻ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായും നാദാപുരം ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ അടുക്കത്ത് പാറച്ചാലിൽ ഷിബു, ആക്കൽ പയ്യോളി അക്ഷയ്, മൊയിലത്തറ സായുജ്, തമ്മഞ്ഞിഞ്ഞാൽ രാഹുൽ എന്നിങ്ങനെയാണ് 4 പ്രതികളുടെയും പേരുകൾ. ഇവർ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എന്തായാലും ഈ കേസിൽ അല്പസമയത്തിനകം വിധി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2021 സെപ്റ്റംബർ 4-നായിരുന്നു ആ കേസിന് ആസ്പദമായ സംഭവം. ഏതാണ്ട് 2 വർഷം കഴിയുമ്പോൾ കോടതി ഈ കേസിൽ വിധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. 17-കാരിയായ യുവതിയെ വിനോദയാത്രയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടു പോയ ശേഷം ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗം നടത്തുകയായിരുന്നു എന്നാണ് പരാതി വരുന്നത്. കുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ തിരിച്ചയക്കുകയും ചെയ്തത്. എന്നാൽ വീട്ടിലെത്തിയ ശേഷം ഈ പെൺകുട്ടി കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകുകയുമായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിനിടെ ഈ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച ശേഷം പിന്നീട് വീണ്ടും പീഡനമുണ്ടായി എന്നടക്കമുള്ള മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഇതിൽ ഒരു കേസിലാണ് ഇപ്പോൾ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. എന്തായാലും എന്താവും ഈ പ്രതികൾക്കുള്ള വിധി എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ ആ കേസ് വാദിച്ചിരുന്നു. കേസിൽ തെളിവുകൾ ശേഖരിച്ചിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നടന്നു എന്നതാണ് ഇപ്പോൾ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ചതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടാവും കേട്ടോ. അനീഷ്, എന്തായാലും ഒരു സമാനതകളില്ലാത്ത കേസായിരുന്നു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൂട്ട ബലാത്സംഗമായിരുന്നു. ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം എന്താണ്? എത്രത്തോളം ഒരു മാതൃകാപരമായ ശിക്ഷ വേണമെന്ന് തന്നെയല്ലേ അവർ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും പ്രതികൾക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ, ഏറ്റവും കനത്ത ശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം സമീപകാലത്തൊക്കെയായി ഈ സൗഹൃദങ്ങൾ പലതരത്തിലും ദുരുപയോഗം ചെയ്യുന്ന സംവിധാനങ്ങൾ പലയിടത്തായി കണ്ടുവരുന്നു. ഈ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ആൺകുട്ടികളുമായി സൗഹൃദം പാലിക്കുമ്പോൾ അവരോടൊപ്പം വിനോദയാത്രയ്ക്കും മറ്റുമൊക്കെ പോകുമ്പോഴും അതിന് മറ്റൊരു അർത്ഥം കാണുകയും ഇവരെ ഈ കെണിയിലാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പലപ്പോഴായി കണ്ടു വന്നിട്ടുണ്ട്. ഒപ്പം ഈ സ്നേഹം നടിച്ചും മറ്റുമൊക്കെ ഈ പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഇരകളാക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസിൻ്റെ പ്രസക്തി. കാരണം വിനോദയാത്രയ്ക്കായി ആൺ സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോയതാണ് ഈ പെൺകുട്ടി. ആ കുട്ടിയെയാണ് തന്ത്രപൂർവ്വം ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി മയക്കിയ ശേഷം പ്രതികൾ 4 പേരും ബലാത്സംഗം ചെയ്യുന്നതും വളരെ വലിയ ഭീഷണി മുഴക്കുന്നു. ഇതിനുശേഷം പിന്നീടും ഈ കൃത്യത്തിൻ്റെ പേര് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ്. മറ്റ് പല കേസുകൾക്കും മാതൃകാപരമായി മാറേണ്ട ഒരു വിധിയാണ്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഇതിനെതിരെ ഒരു സമൂഹ മനസാക്ഷി തന്നെ ഉയരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു വിധി ഈ കേസിൽ ഉണ്ടാവും എന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. എന്തായാലും നിലവിൽ കേസ് അന്വേഷണവും മറ്റു രീതികളും ഒക്കെ കൃത്യമായി തന്നെ നടന്നു എന്നാണ് കോടതിയുടെ നിലവിലെ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ് കുമാർ, സാധാരണ ഇത്തരം കേസുകളിൽ, കാരണം ഒരു കൂട്ട ബലാത്സംഗം, ഒരു പെൺസുഹൃത്തിനെ ചതിയിൽപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി, ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കേസിൽ ഒരു പരമാവധി ശിക്ഷ എന്തായിരിക്കാം? എങ്ങനെ ഒരു ശിക്ഷ പ്രതീക്ഷിക്കാം? തടവ് ശിക്ഷ, അത് ജീവപര്യന്തത്തോട് അടുത്ത് തന്നെയുള്ള തടവ് ശിക്ഷ ഒരുപക്ഷെ പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പെൺകുട്ടിയെ സുഹൃത്തുക്കളായിരുന്ന ആളുകളാണ് വിനോദയാത്രയ്ക്കെന്ന പേരിലാണ്
കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത് പോക്സോ കേസിലെ വിവിധ വകുപ്പുകൾ പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. കൂട്ട ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾക്ക് ചേരും. ഗൂഢാലോചനയുണ്ട്. പോക്സോ കേസിലെ മറ്റു വകുപ്പുകളൊക്കെ ഉൾപ്പെടെ നിരവധി വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ആ കുറ്റകൃത്യങ്ങളിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾക്കാവും ശിക്ഷ നൽകുക എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷൻ പങ്കുവച്ചത്. എന്തായാലും ഇതിന് അടിസ്ഥാനമായ അല്ലെങ്കിൽ ആനുപാതികമായ ഒരു വിധി തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എന്തായാലും ആദ്യഘട്ടം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ ശിക്ഷ പ്രതികൾക്കുണ്ടാവും എന്ന പ്രതീക്ഷയാണ്. കാരണം കേവലം 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ വിചാരണ നടപടികൾ പൂർത്തിയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ കൃത്യമായ കേസ് രേഖകളൊക്കെ സമർപ്പിച്ചിരുന്നു. മറ്റ് വൈദ്യപരിശോധനാ ഫലങ്ങൾ ഏത് രീതിയിലാണ് പ്രതികൾ കുറ്റകൃത്യം ചെയ്തത് എന്നതൊക്കെ തെളിയിക്കുന്ന രേഖകളും മറ്റുമൊക്കെ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അർഹമായ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും വളരെ കാര്യക്ഷമമായി ഈ പോക്സോ കേസ് അടക്കമുള്ളവയിൽ പെടുത്തിയിരിക്കുന്ന മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കപ്പെടാം എന്നാണ് കരുതുന്നത്. അതിൽ ഏതൊക്കെ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടു അല്ലെങ്കിൽ ഏതൊക്കെ കുറ്റങ്ങൾക്കാണ് ശിക്ഷ നൽകിയിരിക്കുന്നതെന്ന് അല്പസമയത്തിനകം വൃത്തി പ്രസ്താവത്തിലൂടെ വ്യക്തമാകും. അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ സമീപ മാസങ്ങളിൽ നിരവധി പെൺകുട്ടികൾ പീഡനത്തിനിരയായ, അതായത് ആൺ സുഹൃത്തുക്കളാൽ പീഡനത്തിനിരയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ കേസിലെ വിധി എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു മാതൃകാപരമാകണം. കാരണം ഇനിയും ഒരു പെൺകുട്ടികൾക്കും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആൺസുഹൃത്തുക്കളാൽ ചതിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ ഒരു കൃത്യമായ സൂചന കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ല അനീഷ്. കാരണം ഇത് ഒരു മുന്നറിയിപ്പ് കൂടി ആകണം എന്ന് തന്നെയാണ് പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത്. ഇത്തരം ഒരു കേസുകളിൽ ഒരു വിധി വരുമ്പോൾ എല്ലാ പ്രതികൾക്കും, അതായത് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുക, അതല്ലെങ്കിൽ അവരെ സൗഹൃദം നടിച്ചും പ്രണയം നടിച്ചുമൊക്കെ പീഡിപ്പിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാകണം എന്ന് തന്നെയല്ലേ പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഇതിൽ ഈ ബൈക്കിൽ ജാനകിക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഈ മയക്കുമരുന്ന് നൽകി, ജ്യൂസിൽ കലർത്തി നൽകി, ബോധരഹിതയാക്കി ബലാത്സംഗം ചെയ്യുമൊക്കെ ചെയ്ത് അവശയായ പെൺകുട്ടിയെ ആ കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പ്രതികൾ കടന്നു കളഞ്ഞതെന്നാണ് ഏറെ ഇവരുടെ ഒരു ക്രൂരത വെളിവാക്കുന്നത്. വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ പിന്നീട് പെൺകുട്ടിയിൽ ഇവർ ചെലുത്തുകയും ചെയ്തു. വീട്ടുകാരോടും മറ്റുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ജീവൻ അപായപ്പെടുത്തും എന്നടക്കമുള്ള വാഗ്ദാനം, അത്തരം ഭീഷണികളൊക്കെ മുഴക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാലും ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് പെൺകുട്ടി പിന്നീട് കുടുംബത്തോട് ഇക്കാര്യം തുറന്നു പറയുകയും പിന്നീട് ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ മൊഴിയെടുക്കലിലാണ് പെൺകുട്ടി കൂടുതൽ തവണ തന്നെ പീഡനത്തിന് വിധേയമാക്കി എന്ന ഈ സായുജ്യെന്ന 1-ാം പ്രതിയാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം മറ്റു പ്രതികൾക്ക് കൈമാറുകയായിരുന്നു. അവരൊന്നിച്ചു ചേർന്നാണ് ബലാത്സംഗം ചെയ്തത്. അതുകൊണ്ട് ഇത്തരം വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഈ പെൺകുട്ടിയോട് പ്രതികൾ നടത്തിയത്. അതുതന്നെയാണ് ഈ കേസിൻ്റെ ഒരു പ്രാധാന്യം. അല്ലെങ്കിൽ ഈ മറ്റ് കേസുകളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന ഒരു വിധി ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് കണക്കാക്കാൻ കാരണം പലയിടങ്ങളിൽ നേരത്തെ താമരശ്ശേരിയിലെ അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി ഇടങ്ങളിലാണ് ഇത്തരത്തിലെ പരാതികൾ ഉയർന്നിരിക്കുന്നത്. സൗഹൃദമുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ വനിതാ സുഹൃത്തുക്കളൊക്കെ ഈ ഇത്തരം ആളുകളുടെ ഇടയിലേക്ക് ചെന്ന ശേഷം ഈ അവരെ മയക്കുമരുന്ന് നൽകിയും അല്ലെങ്കിൽ ഈ ഉറക്കിക്കിടത്തിയും ഒക്കെയാണ് പലപ്പോഴും ബലാത്സംഗത്തിന് വിധേയമാക്കുന്നത്. പിന്നീട് ഇത്തരം ബലാത്സംഗങ്ങളുടെ ദൃശ്യങ്ങൾ മൊബൈലിലും അല്ലെങ്കിൽ ക്യാമറയിലും മറ്റുമൊക്കെയായി പകർത്തുകയും ഇത് ചൂണ്ടിക്കാട്ടി വീണ്ടും പീഡനത്തിനിരയാക്കുക, അവരിൽ നിന്നും സ്വർണവും പണവും ഒക്കെ അപഹരിക്കുക, ഇത്തരത്തിൽ ദീർഘനാളേക്ക് ഇവരുടെ ഒരു ലൈംഗിക അടിമകളാക്കി മാറ്റുക എന്ന ഒരു രീതിയും ക്രൂരമായ പല ആളുകളും പുലർത്തി വന്നിരുന്നതായി നമുക്കൊക്കെ കാണാം. ഇത്തരം ഒരു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കേസാണ്. കാരണം ഈ പെൺകുട്ടി കൃത്യമായി കുടുംബത്തിൽ ആ വിവരം അറിയിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ നാളുകൾ ഭീഷണിപ്പെടുത്തി ഈ പെൺകുട്ടിയെ വീണ്ടും പീഡനത്തിന് ഇരയാക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കണ്ടിരുന്നത്. എന്തായാലും അതിന് നിൽക്കാതെ ഈ പെൺകുട്ടി കുടുംബത്തെ വിവരം അറിയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികളെ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞതും ഇതിനെതിരെയുള്ള നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുമൊക്കെ. എന്തായാലും വ്യക്തമാണ്. അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളെ വിവരം അറിയിച്ചതുകൊണ്ടാണ് അതിവേഗത്തിൽ തന്നെ ഈ ഒരു ജാനകിക്കാട്
പീഡനക്കേസ് പുറത്തു വരാൻ കാരണമായത്. പക്ഷേ ഈ ഒരു കേസ് ഓരോ പെൺകുട്ടികൾക്കും ഒരു പാഠമാകണം. കാരണം ആൺ സുഹൃത്തുക്കൾ ടൂർ പോകാനും മറ്റും വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകാതിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നല്ല പരിചയമുള്ളവർക്കൊപ്പം മാത്രം, നല്ല ഉറ്റ സുഹൃത്തുക്കൾക്കൊപ്പം മാത്രം, അതല്ലെങ്കിൽ ബന്ധുക്കൾക്കൊപ്പം മാത്രം നിങ്ങൾ യാത്ര പോകുക. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ചതികളിൽ പെടുമെന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.